നമ്മളിൽ പലരും ക്രോമിൽ യൂസർ നെയിമും പാസ്വേഡും സേവ് ചെയ്ത് വെക്കാറുണ്ട്, വീണ്ടും യൂസർ നെയിമും പാസ്വേഡും ഓർത്ത് ടൈപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഒരു ഹാക്കറിന് ആ ഡിവൈസിൽ ഒരു റിമോട്ട് ആക്സസ് കിട്ടിയാൽ ആ പാസ്വേഡ് യൂസർ നെയിം ഹാക്കറിന് റീഡ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിലൂടെ നമുക്കത് നോക്കാം. ആദ്യം ഒരു വെബ്സൈറ്റിലെ യൂസർ നെയിമും പാസ്വേഡും ക്രോമിൽ സേവ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഡെമോബ്ലേസ്. അത് സെർച്ച് ചെയ്ത് ആ സൈറ്റിലേക്ക് ഒന്ന് കയറുക. ഇതൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സൈനപ്പ് ഓപ്ഷനിൽ പോയിട്ട് ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുക്കുന്ന യൂസർ നെയിം koya138, ഒരു പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് സൈനപ്പ് ചെയ്യുക. ഇവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് ഓപ്പൺ ആവുന്നുണ്ട് പാസ്വേഡ് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി ക്രോമിൻ്റെ. അപ്പോൾ അതിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും സേവ് ചെയ്ത് വെക്കുക. ഇതിൽ കൊടുത്ത പാസ്വേഡ് പറയുന്നത് ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും എല്ലാം കൂടിയുള്ള ഒരു സ്ട്രോങ് പാസ്വേഡാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് സേവ് ചെയ്യാം. വേറൊരു സൈറ്റിലും കൂടി യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് യൂസർ നെയിമും പാസ്വേഡും സേവ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സൈറ്റാണ് പ്രാക്ടീസ് ടെക്സ്റ്റ് ഓട്ടോമേഷൻ. അപ്പോൾ അത് സെർച്ച് ചെയ്ത് അതിൽ പോവുക. എന്നിട്ട് അതിൽ പ്രാക്ടീസ് സെക്ഷനിൽ പോയി വെച്ചാൽ അവിടെ ടെസ്റ്റ് ലോഗിൻ പേജ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ക്രെഡൻഷ്യൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം. യൂസർ നെയിം പറയുന്നത് സ്റ്റുഡൻറ്റും പാസ്വേഡ് പറയുന്നത് പാസ്വേഡ് 123. അത് രണ്ടും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ പോപ്പപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും സേവ് ചെയ്ത് വെക്കാം നമുക്കിനി. ക്രോമിൽ യൂസർ നെയിമും പാസ്വേഡും സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി ആ സിസ്റ്റത്തിലും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അത് എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും സേവ് ചെയ്യുക. പക്ഷെ അതിൽ ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള ഒരു കീയും ആ സിസ്റ്റത്തിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ആ സിസ്റ്റത്തിൽ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ആണെങ്കിൽ അതിൽ സിങ്ക് ഓപ്ഷൻ ഓൺ ആണെങ്കിൽ മറ്റുള്ള ഡിവൈസിലും ആ യൂസർ നെയിം പാസ്വേഡ് ഈസിയായി ആക്സസ് ചെയ്യാൻ വേണ്ടി ക്ലൗഡിലും കൂടി സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഇനി കാളി ലിനക്സ് ഓപ്പൺ ചെയ്യുക. കാളി ലിനക്സിൽ ഓൾറെഡി ഒരു റിമോട്ട് ആക്സസ് കിട്ടിയിട്ടുണ്ട് വിൻഡോസ് മെഷീനിൽ. അതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഈ യൂസർ നെയിം പാസ്വേഡ് ആ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാനുവലായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. അത് കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ടൂൾ യൂസ് ചെയ്യാം. ക്രോം ലെവേറ്റർ പറഞ്ഞാണ് ആ ടൂളിൻ്റെ പേര്. ആ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു എൻക്രിപ്റ്റഡ് ഫയലിന് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിന് ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി ബ്രൗസറിൽ ക്രോം ലെവേറ്റർ പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. അതിൽ കാണുന്ന ഫസ്റ്റ് റിസൾട്ടിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ അതൊരു ഗിറ്റ് ഹബിൻ്റെ ഒരു ഫയലാണ്. അപ്പോൾ അതിൽ കയറി വെച്ചാൽ ഇവിടെ താഴെ സ്ക്രോൾ ചെയ്ത് വരിക. ഇതിൽ എങ്ങനെ ക്രോം ലെവേറ്റർ യൂസ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ക്രോം ലെവേറ്റർ .exe ഹെൽപ്പ് എന്ന് കൊടുത്തു വെച്ചാൽ അത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളൊരു ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതിന് -v യൂസ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. -f യൂസ് ചെയ്ത് വെച്ചാൽ ബ്രൗസറിൻ്റെ ഫിംഗർ പ്രിന്റ് എക്സ്ട്രാക്ട് ചെയ്ത് തരും. -k കൊടുത്തു വെച്ചാൽ എല്ലാ ബ്രൗസർ പ്രോസസ്സും കില്ല് ചെയ്ത് കളയും. -o കൊടുത്തു വെച്ചാൽ റിസൾട്ട് ആ ഒരു ഫയലിൽ സേവ് ചെയ്ത് വെക്കും. പിന്നെ ഈ ക്രോം ലെവേറ്റർ പറഞ്ഞ ടൂള് വിൻഡോസ് സിസ്റ്റത്തിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി റിലീസ് പേജ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ആസറ്റ്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്രോം ഇൻജക്ടർ .zip പറഞ്ഞിട്ടൊരു ഫയൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ആ ഫയൽ ഡൗൺലോഡ് ആവും. ആ ഫയൽ നമ്മുടെ കാളി ലിനക്സിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതൊക്കെ കാണാം. ഇനി ടെർമിനലിൽ ഡൗൺലോഡ്സിൽ പാത്തിൽ പോയി നോക്കി വെച്ചാൽ ക്രോം ഇൻജക്ടർ zip ഫയൽ പറഞ്ഞിട്ടൊരു ഫയൽ അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി അതിനെ അൺസിപ്പ് ചെയ്യണം. അതിനുവേണ്ടി അൺസിപ്പ് ഫയലിന്റെ നെയിം അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അൺസിപ്പ് ആയിട്ട് 2 ഫയൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ക്രോം ലെവേറ്റർ ARM64 ക്രോം ലെവേറ്റർ 64 പറഞ്ഞിട്ട്. നമ്മുടെ വിൻഡോസ് മെഷീൻ ഏത് ടൈപ്പ് ഓഫ് സിസ്റ്റം ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ടെർമിനലിൽ sys info എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽ മൊത്തം കിട്ടും. ഇതിലിപ്പോൾ 64 ബിറ്റ് ആർക്കിടെക്ചർ ഉള്ള OS ആണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ടൂൾ ക്രോം ലെവേറ്റർ 64.exe ആണ്. ഇനി അതിന് വിൻഡോസ് മെഷീനിൽ അപ്ലോഡ് ചെയ്യണം. എന്നാലേ ഇത് റൺ ചെയ്ത് അതിലുള്ള പാസ്വേഡ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ ഫയൽ വിൻഡോസ് മെഷീനിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മീറ്റർ പ്രീറ്ററിൽ അപ്ലോഡ് എന്ന കമാൻഡ് കൊടുത്ത് ക്രോം ലെവേറ്റർ ഉള്ള പാത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ക്രോം ലെവേറ്റർ കാളി ലിനക്സിൽ ഡൗൺലോഡ് ആയിരിക്കുന്ന പാത്ത് എന്ന് പറയുന്നത് ഹോം കാളി ഡൗൺലോഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ക്രോം ലെവേറ്റർ _64.exe എന്ന ടൂളിന്റെ നെയിമും കൂടി മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിൻഡോസ് മെഷീനിൽ ഏത് ഡെസ്റ്റിനേഷനിൽ ഈ ടൂൾ അപ്ലോഡ് ആവണം എന്നുള്ള ആ പാത്തിന്റെ നെയിമും കൂടി കൊടുക്കണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ടെം ഫോൾഡർ ആണ്. അതിന്റെ പാത്ത് എന്ന് പറയുന്നത് C ഡ്രൈവിൽ വിൻഡോസ് 10 അതും കൂടി കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ടൂൾ അപ്ലോഡ് ആയത് കാണാം. ഇനി ക്രോം ലെവേറ്ററിനെ എക്സിക്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഷെൽ കമാൻഡ്. മീറ്റർ പ്രീറ്ററിൽ ഷെൽ കമാൻഡ് യൂസ് ചെയ്ത് വെച്ചാൽ ഇതിലൊരു വിൻഡോസിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും.
അതുവഴി നമുക്ക് ആ ടൂളിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് എല്ലാം വിൻഡോസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. വിൻഡോസിൽ എങ്ങനെയാണ് കമാൻഡ്സ് കൊടുക്കണം അതുപോലെ ആയിരിക്കണം ഈ ഷെൽ കമാൻഡ് യൂസ് ചെയ്ത് കിട്ടുന്ന ഷെല്ലിൽ കൊടുക്കേണ്ടത്. നോർമൽ കാളി ലിനക്സിൽ കൊടുക്കുന്ന പോലെ ഇതിൽ കൊടുത്താൽ എറർ കാട്ടും, ഇത് വർക്കാവില്ല. ഷെൽ കമാൻഡ് ടൈപ്പ് ചെയ്ത് അത് എൻ്റർ അടിച്ചു വെച്ചാൽ നമ്മൾക്ക് വിൻഡോസ് പ്രോംപ്റ്റിന്റെ ഒരു ഇന്റർഫേസ് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ കാണാം സി യൂസേഴ്സ് കോയ ഡൗൺലോഡ്സ് എന്ന പാത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി ആ ടെം ഫോൾഡറിൽ പോയി നോക്കിയിട്ട് ആ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ടോ നോക്കാം. അതിനുവേണ്ടി ടെർമിനലിൽ cd/windows/temp എന്ന ഫയൽ പാത്തിലേക്ക് പോയി നോക്കാം. അതിനുശേഷം dir കമാൻഡ് യൂസ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യുക, അതിൽ എന്തെല്ലാം ഫയൽസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതിൽ chromelevator_64.exe എന്ന ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി chromelevator_64.exe chrome-o ഒരു ഫയലിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ കൊടുക്കുന്നത് പാസ്വേഡ് എന്ന ഫയലിൻ്റെ പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാക്ട് ചെയ്ത കുക്കീസും പാസ്വേഡ്സും എല്ലാം ആ ഫയലിൻ്റെ ഉള്ളിൽ സേവ് ആയി കിടക്കും. ഈ കമാൻഡ് എന്താണെന്ന് വെച്ചാൽ chromelevator റൺ ചെയ്യാൻ വേണ്ടി അതിൻ്റെ പേര് കൊടുക്കുന്നു, chromelevator_64.exe. ഇനി ക്രോം കൊടുക്കുന്നത് സ്പെസിഫിക്കലി ക്രോമിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. -o കൊടുക്കുന്നത് അത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി ആ ഫയലിൻ്റെ ഉള്ളിൽ. ഇനി അത് എൻ്റർ അടിച്ചു വെച്ചാൽ അതിലുള്ള പാസ്വേഡ്സും കുക്കീസും അങ്ങനത്തെ എല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് അത് ആ ഫയലിൻ്റെ ഉള്ളിൽ സേവ് ചെയ്ത് വെക്കും. ഇനി dir കമാൻഡ് യൂസ് ചെയ്ത് ഒന്നും കൂടി ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ പാസ്വേഡ്സ് പറഞ്ഞ ആ ഫോൾഡർ അവിടെ കാണാം. ഇനി ആ പാസ്വേഡ്സ് എന്ന ഫോൾഡറിൽ കയറി നോക്കാം. അതിൽ കയറി നോക്കിയാൽ ഒരു ക്രോം പറഞ്ഞിട്ടൊരു ഫയൽ കാണാം, അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ ഡീഫോൾട്ട് എന്നൊരു ഫയലും കൂടി കാണാം, അതിനുള്ളിലും കൂടി കയറി നോക്കാം. അതിൽ കയറി വെച്ചാൽ passwords.json ആൻഡ് cookies.json പറഞ്ഞിട്ട് 2 ഫയൽ കാണാം. ഇനി അതിൽ password.json എന്ന ഫയൽ നമുക്ക് റീഡ് ചെയ്യാം. ഇവിടെ ഒരു വിൻഡോസിൽ ടൈപ്പ് എന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഫയൽ റീഡ് ചെയ്യുന്നത് കമാൻഡ് പ്രോംപ്റ്റ് വഴി. അപ്പോൾ അതിന് വേണ്ടി ടൈപ്പ് passwords.json എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതിൽ എൻ്റർ അടിച്ച ശേഷം നമുക്ക് ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ട് കാണാം. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത ആ പാസ്വേഡും യൂസർ നെയിമും ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് സൈറ്റിൻ്റെ പേര് ഉൾപ്പെടെ. ഇപ്പോൾ പ്രാക്ടീസ് ടെസ്റ്റ് ഓട്ടോമേഷൻ എന്ന സൈറ്റിലെ യൂസർ നെയിമിൻ്റെ പേരും പാസ്വേഡിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെമോ ബ്ലേസ് എന്ന സൈറ്റിൻ്റെ പേരും അതിലേത് യൂസർ നെയിമാണ് കൊടുത്ത് പാസ്വേഡ് കൊടുത്തതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ട്രോങ് പാസ്വേഡ് സെറ്റ് ചെയ്തതിന് കൂടി ഈ ടൂൾ കൊണ്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റി. കാരണം ഡീക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കീ ആ സിസ്റ്റത്തിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയത്. ഒരു ഹാക്കറിന് ഒരു റിമോട്ട് കണക്ഷൻ കിട്ടിയാൽ അവർക്ക് ഈ പാസ്വേഡ് യൂസർ നെയിം എല്ലാം ക്രോമിലോ ഏതെങ്കിലും സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഈസിയായി എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഒരിക്കലും കോൺഫിഡൻഷ്യൽ ഡാറ്റയോ ഫയൽസോ സിസ്റ്റത്തിൽ സേവ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ക്രോമിലും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഏത് സൈറ്റിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ആണെങ്കിൽ അതിൽ സേവ് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക.